ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു രാത്രി തുടങ്ങിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പയ്യെ ഞാനങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. ആസിമിന് ഡേ കെയറും അതേപോലെ സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളും എല്ലാം സെറ്റായി. അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർബന്ധമായിട്ടും ഹാസിമിനെ ഡെയിലി കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം, അതിന് യാതൊരു മടിയും കാണിക്കരുതെന്നുള്ള കാര്യം. ഞാൻ ഹാസിമിനെ പൊതുവേ പാർക്കിലേക്ക് കൊണ്ടുപോകാറില്ല, കാരണം അത്രയ്ക്ക് പണിയാണ്. അവനേക്കായും വലിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് നമ്മളാണ് കേട്ടോ. മൂപ്പര് ഫുള്ള് ഗ്രൗണ്ട് മൊത്തം ഓടി നടക്കും. ആ ഒരു കളിക്കുന്ന ഏരിയയിൽ നിന്ന് കളിക്കൽ കുറവാണ്. പക്ഷെ ഇപ്പോൾ അവനൊരുപാട് ചേഞ്ചുകളുണ്ട്. രണ്ടാമത്തെ ഇഷ്യൂ മണ്ണിലുള്ള കളിയാണ് കേട്ടോ. വെറുതെ മണ്ണിൽ കളിക്കുകയല്ല, തലയിൽ കൂടെ കംപ്ലീറ്റ് വാരിയിട്ടിട്ട് അത് കളയാൻ തന്നെ ഒരു ദിവസം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പാർക്കിൽ കൊണ്ടുപോകാൻ ഒരുപാട് മോട്ടീവ് ചെയ്യാറില്ല. ഇക്കായാണ് മിക്കപ്പോഴും വന്നിട്ട് ആസിമിനെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആളും നല്ല അവശതയായിട്ടാണ് കേട്ടോ തിരിച്ച് വരാറ്. ഇപ്പം അങ്ങനെ മണ്ണെറിഞ്ഞ് കളിക്കുന്ന പരിപാടിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പക്ഷെ മെയിൻ പരിപാടി കുട്ടികളുടെ സൈക്കിളൊക്കെ എടുത്ത് ഓടിച്ചുകൊണ്ട് കിടക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ആരും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും പറയില്ല. ആളവിടെ തന്നെ ഓടിച്ചിട്ട് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ ആൾ തിരിച്ചു കൊണ്ടുപോയി വെക്കും. അങ്ങനെ കുറേ നേരം ഹാസിമും ഹാറൂനും ആയിട്ടുള്ളൊരു കളിയും അങ്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വാസൽ വില്ലേജിൽ തിരയുടെ പ്രോഗ്രാമും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന സാറ്റർഡേ തിരയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ വാസലിൻ്റെ മുക്കിലും മൂലയിലൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡാൻസൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഫൈനൽ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ പോയി ജസ്റ്റ് ഡാൻസൊക്കെ ഒന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. ഹാറൂൻ അപ്പോഴത്തേനും മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാസിമിൻ്റെ പുറകുകൂടി. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അപ്പോഴത്തേനും ഒക്കെ വന്ന് ഹാസിമ വേഗം ഉറങ്ങി. ഉച്ചയ്ക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 10 മണിയാകുമ്പോൾ ആൾ ഉറങ്ങും. അപ്പോൾ ഇക്കായും ഹംദാനൊക്കെ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ 3 പേരും പിറ്റേ ദിവസം ഒരു പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് ചായ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോർ സ്ക്വയറിലേക്ക് പോയതാണ്. ചായ കുടിച്ച് വൈകുന്നേരം ഇരിക്കുന്ന ഒരു സമാധാനം വേറെ ഒന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ഇതേ അങ്ങനെ പിറ്റേ ദിവസം ലഞ്ചിൻ്റെ പരിപാടിയാണ്. വേറൊന്നുമല്ല, ഹാസിമ ഒപ്പിച്ച പണിയാണ് കേട്ടോ. ഞാൻ ചീരയുടെ തോരനൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഹാസിമ കൊണ്ടുപോയി ഒരു കുപ്പി വെള്ളം അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടാണ്. പിന്നെ ആ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ രണ്ടാമത് അതൊന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഹംദാനും ഹാറൂനും മദ്രസയിൽ പോയി. അപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് എനിക്ക് പ്രോഗ്രാമിന് പോകണം. ഈ തവണ ഞാൻ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിള്ളേർക്ക് ഓൾറെഡി വരണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇക്കാക്കാണെങ്കിലും പോയിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് ആക്കി തരാമെന്നാണ് കേട്ടോ ആൾ പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് ഇക്ക ഒരു മീറ്റിങ്ങിനൊക്കെ പോയി തിരിച്ച് വരുമ്പോഴത്തേനും എന്നോട് റെഡിയായി നിൽക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ ആൾ ഫ്രീ ആണ്. അപ്പോൾ പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ തിരയിലേക്ക് പോയി. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉച്ച തുടങ്ങി നടക്കുന്നുണ്ട്. ഞാനൊരു 2 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസുകളും കുട്ടികളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും. നല്ല നല്ല പ്രോഗ്രാമുകൾ എന്തായാലും രാത്രിയിലായിരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി സദ്യ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ കഴിച്ചു. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു, പായസവും സൂപ്പറായിരുന്നു. അങ്ങനെ കഴിച്ച് ഞങ്ങൾ 2 പേരും കൂടി ഇതേ പ്രോഗ്രാം കാണാനായിട്ട് സ്റ്റേജ് ഇവിടെ വന്നിരുന്നതാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച ആളുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. പ്രോഗ്രാമിൻ്റെ സംഘാടകരും പിന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ മക്കളും അവരുടെ പാരൻസും ഒക്കെ ആയിട്ടൊരു 500-600 പേര് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ തിരയിൽ. പൊതുവേ ആളുകൾ ഭയങ്കര കുറവായിരുന്നു. തുടക്കത്തിലൊക്കെ കുറച്ച് ബോറിംഗ് ആയിരുന്നു, കാരണം കുട്ടികളുടെ പ്രോഗ്രാമുകളായിരുന്നു കൂടുതലും. പക്ഷേ അവരുടെ ആ ഒരു എഫേർട്ടും അതേപോലെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ ഒരു ഡെഡിക്കേഷനും പാഷനും ഒന്നും എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഈ ഒരു രീതിയിൽ നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബോറടി കാര്യങ്ങളൊന്നും നമ്മൾ പറയാനേ പാടില്ല, കാരണം അത്രയും ആളുകളുടെ ഒരു എഫേർട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ കാണുന്ന ഈ ഒരു പ്രോഗ്രാം. വെറും 2 മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും അതേപോലെ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങളും കാര്യങ്ങളും അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ.
അത്രയും നല്ല പരിപാടിയായിരുന്നു രാത്രിയിൽ ഉണ്ടായിരുന്നത്. അത്രയും അടിപൊളിയായിരുന്നു. വൈകുന്നേരം ചെറിയ രീതിയിലൊന്ന് ബോറടിച്ചു, കാരണം കുട്ടികളുടെ പരിപാടികളും അതേപോലെ ക്ലാസിക്കൽ പരിപാടികളൊക്കെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബോറടി ഉണ്ടല്ലോ, അതൊഴിച്ചാൽ പ്രോഗ്രാം കെങ്കേമമായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇരുന്ന് പോവും, അത്ര നല്ല പരിപാടികളുണ്ടായിരുന്നു. ഹംദാനെ ഹാറൂനെ സംബന്ധിച്ച് പാട്ടും ഡാൻസൊക്കെ എന്തോ അലർജി പോലെയാണ് കേട്ടോ. ഫസ്റ്റ് തിരയിൽ ഞാൻ ഹാറൂനെ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത് അവനൊരു ഡാൻസിന് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമുള്ള എൻ്റെ ഒരു മെമ്മറിയിൽ. പിന്നെ അവർ ഈ ഒരു വഴിക്കേ വന്നിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ അവരെ ചേർത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രോഗ്രാമോ കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളൊക്കെ ഡാൻസ് കളിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കേട്ടോ, കാരണം നമ്മുടെ പിള്ളേരില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു വിഷമവും ഉണ്ട്. അങ്ങനെ മക്കൾസിൻ്റെ പ്രോഗ്രാമൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. ലാസ്റ്റ് നമ്മൾക്ക് സോങ് പാടാനുള്ള കോള് വന്നിട്ടോ. അങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോയി. ആ സമയത്ത് കുട്ടികൾ ഫുട്ബോൾ വെച്ചിട്ടുള്ളൊരു ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പ്ലേയും അതേപോലെ കളിയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അത് ബാക്ക് സ്റ്റേജിൽ നിന്ന് അങ്ങനെ കണ്ടു, കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാനും അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഒരു ഡ്യുവറ്റ് പാടിയത്. അതേപോലെ എൻ്റെ 2 ഫ്രണ്ട്സും ഒരു 4 ഡ്യുവറ്റോളും ഉണ്ടായിരുന്നു. സോങ് അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കി എല്ലാം ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ സ്കിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ക്ലാസിക്കൽ പെർഫോമൻസ്, പിന്നെ കുട്ടികളുടെ പരിപാടികൾ, അതേപോലെ ഒരുപാട് സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഓരോ പ്രോഗ്രാമുകൾ, ഫിറ്റ്നസിൻ്റെ കുറേ പ്രോഗ്രാമുകൾ, അതൊക്കെ ഉണ്ടായിരുന്നു. ഹംദാനും ഹാറൂനും കളിക്കാൻ കിട്ടുന്ന ദിവസങ്ങൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഉണ്ട്, കൂടുതലും ഈവനിങ്. ഹംദാനെ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ട്യൂഷന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കി ദിവസങ്ങളിൽ കളി കാര്യങ്ങളൊന്നും നടക്കലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ എവിടെ വിളിച്ചാലും അവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അവരെന്തായാലും കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്നതിന് ശേഷം ആൾ മീറ്റിങ്ങിനൊക്കെ ആയിട്ട് പോയി. ആസിബിനെ ഞാൻ പ്ലേ സ്കൂളിലാക്കിയിട്ടാണ് കേട്ടോ വന്നത്. സാറ്റർഡേ വരെ അവന് പ്ലേ സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ 8 to വൈകുന്നേരം 9 വരെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ആക്കാം, 4 hours. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോരുന്ന സമയത്ത് 2.5 മണിക്കാണ് ആളെ കൊണ്ടുപോയി ആക്കിയത്. അവന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോൾ അവനെ പ്ലേ സ്കൂളിൽ നിന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ എൻജോയ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് ഇവിടെ കംപ്ലീറ്റ് ബോറടിയാണ്. പിന്നെ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഈ തവണ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കെന്തായാലും എത്ര കണ്ടാലും മടുക്കാത്ത പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ. അങ്ങനെ പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡ്യുവറ്റ് എൻ്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2 ഡാൻസിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ സോങ് ആയിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് തന്നെ സോങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പോൾ വഴിയാണ്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യണം. അതേപോലെ പ്രോഗ്രാമുകൾക്ക് നമ്മൾ പോൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ പേരൊക്കെ കൊടുത്താലേ നമുക്ക് കയറാനും പ്രോഗ്രാമിന് പങ്കെടുക്കാനൊക്കെ പറ്റുള്ളൂ. എല്ലാം നല്ല ഒഫീഷ്യലായിട്ടുള്ള ഫോമലായിട്ടുള്ള രീതിയിലാണ് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഇവർ അറേഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ പ്രോഗ്രാമുകളും അവർ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ഇടയിൽ നമ്മുടെ വാസലിൽ തന്നെയുള്ള ഒരു ഫിറ്റ്നസ് ജിമ്മുണ്ട്. അപ്പോൾ അവർ സ്പോൺസർഷിപ്പായിട്ട് സ്റ്റേജിലേക്ക് കയറിയതിന് ശേഷം അവരൊരു ഓഫർ കൊടുത്തു കേട്ടോ. അതായത് എത്ര പുഷപ്പാണോ ഒരാൾ കൂടുതൽ എടുക്കുന്നത് അയാൾക്ക് 3 മാസത്തെ വർക്കൗട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പേര് സ്റ്റേജിലേക്ക് കയറി. അത് നല്ല എൻ്റർടൈനിങ്ങും ആയിരുന്നു, രസമായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ 79 പുഷപ്സ് ഒരുമിച്ച് എടുത്ത ഒരാൾക്ക് 3 മാസത്തെ ട്രെയിനിങ് ഫ്രീ ആയിട്ട് കിട്ടി. അതിന് തൊട്ട് ബാക്കിൽ സെക്കൻഡായിട്ടുള്ള ആൾക്ക് 2 മാസത്തെ, തേർഡായിട്ടുള്ള ആൾക്ക് 1 മാസത്തെ. ആ ഒരു ഫിറ്റ്നസ് സ്പോൺസർഷിപ്പും അവരുടെ ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഓഡിയൻസ് തന്നെയാണ് നമ്പർ കൗണ്ട് ചെയ്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാന്ന് അറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആദ്യം 4-5 പേരെ വന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓഡിയൻസിൽ നിന്ന് തന്നെ ഒരുപാട് പേര് സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിൽ തന്നെ നിന്ന് പുഷപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഉണ്ടായിരുന്ന 3 പേർക്ക് 3 മാസം, 2 മാസം, 1 മാസമായിട്ട് ഫ്രീ ആയിട്ട് അവർ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരിത് കൊടുത്തിട്ടാ. എല്ലാം സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമാണ്. അതും നല്ല രസമായിട്ട് തോന്നി. ഈ ഡാൻസിൻ്റെയും പരിപാടികളുടെയും ഇടയിൽ ചെറിയൊരു ബ്രേക്ക് നല്ലതാണല്ലോ. അതേപോലെ അവതാരകരും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അവരെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ത്രൂ ഔട്ട് പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ചേരം ഒന്ന് പുറത്തേക്ക് പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചായയും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2 മണിക്ക് ലഞ്ച് കഴിച്ചതാണല്ലോ. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ അടുത്ത അടിപൊളി ഡാൻസ്. ഇവരൊക്കെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഗ്രൂപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും പ്രോഗ്രാം കാണാനായിട്ട് നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ഓരോ ഗ്രൂപ്പുകൾക്കും പല പല പേരുകളാണ്. ചട്ടമ്പീസ്, ആട്, അങ്ങനെ കോമൺ ആയിട്ട് എല്ലാ വർഷവും കളിക്കുന്ന ടീമുകൾ തന്നെ ഓരോ തവണയും പല വെറൈറ്റി ആയിട്ടായിരിക്കും കേട്ടോ ഓരോരുത്തരും വരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു 9 മണി വരെ ഇരുന്നു. പിന്നെ ഓൾറെഡി വീട്ടിലെത്തി കുഞ്ഞിനെയൊക്കെ പിക്ക് ചെയ്ത് അവർ പുറത്തേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് DJ പരിപാടിയും അത് കഴിഞ്ഞിട്ട് ഡിന്നറും അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിന്നർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അത്രയും സമയം വരെ എന്തായാലും വെയിറ്റ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം സൺഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അത്രയും സമയമൊക്കെ തന്നെ ഉണ്ടാവും. ഈ ഒരു പെർഫോം ചെയ്യുന്ന കുട്ടികളും അവരുടെ പാരൻസൊക്കെ തന്നെയായിരുന്നു കൂടുതലും. പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഡാൻസ് കഴിഞ്ഞ് ഒരു 9:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഡിന്നർ ഓൾറെഡി വിളമ്പി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കയറി ഫുഡ് കഴിച്ചിട്ട് DJ ഒന്നും കൂടാതെ തന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ പ്രോഗ്രാമുകളുടെ ഇടയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പെൺപൂവെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ വളർച്ച തുടങ്ങി ആ കുട്ടി ടീനേജ് കാലഘട്ടത്തിൽ ഒരാളായിട്ട് ഇഷ്ടമാവുന്നതും അയാൾ കുട്ടീനെ മിസ്യൂസ് ചെയ്യുന്നതും അങ്ങനെ നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അത് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. കുറേ ഡാൻസിൻ്റെയും പാട്ടിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ അങ്ങനത്തെ പ്രോഗ്രാമുകൾ വരുമ്പോൾ നല്ലൊരു റിലാക്സാണ്. ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവളുടെ ഒരു സോങ് ഉണ്ടായിരുന്നു. ഡിന്നറിന് ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, പിന്നെ അതേപോലെ വെജ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ സ്വീറ്റും ഒക്കെ ആയിട്ട് നോർമൽ ഫുഡായിരുന്നു. ഉച്ചക്കാലത്തെ സദ്യ അടിപൊളിയായിരുന്നു. ഡിന്നർ അത്ര അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റ് വൈസ് ഒക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു 10:30 മണിയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തി. അജ്മാനിലൊരു ഹോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. ഞാൻ ചെല്ലുമ്പോൾ പിള്ളേരും കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു തിരയുടെ വിശേഷങ്ങൾ. അപ്പോൾ വാസലിലെ 3-ാമത്തെയോ 4-ാമത്തെയോ വർഷമാണ് തിര എന്തായാലും നടന്നു പോകുന്നത്. ഏത് വർഷത്തെയും പോലെ തന്നെ ഗംഭീരമായിട്ട് തന്നെ ഈ തവണയും എല്ലാവരും കൂടി അടിപൊളി പ്രോഗ്രാമുകളും ഭയങ്കര എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തിരയുടെ എല്ലാ കോർഡിനേറ്റേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.